ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈറ്റ് പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്ന ഈ സുന്ദര ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ പേരാണ് ചൈനീസ് വയലറ്റ്. എത്ര മനോഹരമായിട്ടാണ് ഇതിൽ പൂക്കൾ നിൽക്കുന്നത് നോക്കിയേ, കണ്ടോ? പലപ്പോഴും നമ്മളിൽ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ചെടിയാണ് ഈ ചൈനീസ് വയലറ്റ്. ഇതുപോലൊക്കെ തന്നെ തോന്നുന്ന ഒരു ചെടി നമ്മുടെ തൊടിയിലൊക്കെ വളർന്നു വരാറുണ്ട്, ഇതുപോലെ വൈറ്റ് പൂക്കളൊക്കെ ഇടുന്ന ഒരു ചെടി. പക്ഷെ അതല്ല ഇത് ഇച്ചിരി കൂടെ നല്ല ഇനമാണേ. ഇതിൻ്റെ ഒരു 4 കളറാണുള്ളത്. വൈറ്റ് ഉണ്ട്, ലാവണ്ടർ കളറ്, യെല്ലോ ഉണ്ട്, അതുപോലെ വയലറ്റ് കളറുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റും വയലറ്റുമാണുള്ളതേ. കണ്ടോ വയലറ്റ്? ഈ ചെടി നമുക്ക് നിലത്ത് വെച്ചും വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താം. അതുപോലെ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് വയലറ്റ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഹാങ് ചെയ്യാം. ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്, നമുക്ക് അങ്ങനെ വേണമെങ്കിലും വളർത്താം. ഇത് പടർത്തി കൊടുക്കാനായിട്ടുള്ള ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പടർത്താം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് പടർത്തി വിടാൻ പറ്റുമേ. കണ്ടോ, എല്ലാ കൊമ്പിലും പൂക്കളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയാണ് കാണാൻ. വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്, എങ്കിലും ഇതുപോലെ പൂക്കളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കട്ടിയായിട്ടുള്ള വെയിലത്ത് വെക്കേണ്ട. ഇച്ചിരി കൂടെ ഒന്ന് മാറ്റി ഒരു മരത്തിൻ്റെയൊക്കെ ചുവട്ടിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ നല്ലതായിരിക്കുമേ. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ ഈ പൂക്കൾ അങ്ങ് വാടി പോവുമേ. അല്ലെങ്കിൽ ഈ പൂ ഇങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ നിന്നിട്ടേ പോകത്തുള്ളൂ, പൊഴിഞ്ഞു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ആ പൊരിയുന്ന വെയിലാണെങ്കിൽ പെട്ടെന്ന് ഈ പൂ അങ്ങ് വാടി പോവുമേ. പിന്നെ ഇതിൻ്റെ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. കണ്ടോ, എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് നഴ്സറികളൊന്നും ഈ പ്ലാന്റ് അങ്ങനെ ലഭ്യമല്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്കിത് സംഘടിപ്പിച്ച് ഇത് റെഡിയാക്കി നമ്മൾ ചട്ടിയിൽ ആണെങ്കിലും നിലത്താണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമേ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇതുപോലത്തെ ഈ കമ്പുണ്ടല്ലോ, ഇതൊന്ന് ഒടിച്ച് വെച്ചാൽ മതി. നമ്മൾ മണ്ണിലോട്ട് ഒരു കവറിലോട്ടോ അല്ലെങ്കിൽ ചട്ടിയിലോട്ടോ എല്ലാം നമ്മളൊന്ന് കുത്തി കൊടുത്താൽ മതി. അത് ഈ നോട്ട്സ് ഉണ്ടല്ലോ, ഈ നോട്ട്സ് ഉള്ള ഭാഗം വെച്ചിട്ട് കണ്ടോ, ഈ നോട്ട്സ് ഉള്ള ഭാഗം ഇവിടെ നിന്നാണ് വേരുകൾ പെട്ടെന്ന് വരുമേ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്കൊരു ഇതുപോലെ നമുക്കൊരു 3-4 ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ബുഷായിട്ട് ഇതുപോലെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. ഹാങ്ങിങ് ആയിട്ടും നല്ല പ്ലാന്റാണേ വളർത്താനും. ഒരു സിമ്പിൾ ചെടിയാണ്, എന്നാൽ ഇതിൻ്റെ പൂക്കൾ കൊണ്ട് നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി. ഉറഞ്ഞിങ്ങനെ പൂക്കുന്നൊരു ചെടിയാണേ. പിന്നെ ഈ ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടി പോകുന്നൊരു പ്ലാന്റാണേ. അപ്പം നമുക്ക് രാവിലെയും കുറച്ച് നനച്ച് കൊടുക്കാം, വൈകിട്ട് നനച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ പിന്നെ നല്ലതായിട്ടൊക്കെ ഈ പ്ലാന്റ് നല്ല ഫ്രഷായിട്ടിരിക്കും. പൂക്കളും ആണെങ്കിലും നല്ല ഫ്രഷായിട്ടിരിക്കും. അല്ല നമ്മൾ വെള്ളം ഒരു നേരം കൊടുത്തില്ലെങ്കിൽ ഈ പൂക്കളും പെട്ടെന്ന് അങ്ങ് വാടും. പിന്നെ ഈ ചെടിക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട. നമ്മൾ ഇതിനെ പിടിച്ച് കിട്ടി കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതിയേ. ചരല് ചേർന്ന മണ്ണിലോട്ട് ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങ് വെച്ചാൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട. ഇത് നല്ലപോലെ വളർന്നു വരുവേ. പക്ഷെ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം, വെള്ളം കെട്ടിക്കിടക്കുകയൊന്നും ചെയ്യരുതേ. നമ്മളിത് പിടിപ്പിച്ചൊരു 2 ആഴ്ചയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വളരുമേ. അപ്പം പിന്നെ നല്ല ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് തഴച്ചു വളരുകയും ചെയ്യും, അതോടൊപ്പം പൂക്കൾ വിടും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. 2 ആഴ്ചയാകുമ്പോഴത്തേക്ക് നിറഞ്ഞ് പൂക്കുവേ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് അവരുടെ ചെടിക്കൊക്കെ ഇതുപോലെ പൂ ഉണ്ടാകുന്നില്ലെന്ന്. അപ്പോൾ അതിനുള്ള ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളുണ്ടല്ലോ ഇതൊന്ന് നുള്ളി കൊടുക്കണം. ഇതിൻ്റെ മണ്ടയുണ്ടല്ലോ മോൾ വശം ഇടയ്ക്കൊന്ന് നുള്ളിയിട്ട് നമ്മൾ വേറെ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഈ നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്ന എല്ലാ ചെടിക്കും വേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നിറഞ്ഞു പോകും. പിന്നെ നമുക്ക് ബനാന പീൽ വാട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിൻ്റെ തെളി നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാമേ. ഒത്തിരി കട്ടിയായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെ തെളി മാത്രം നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇലക്കൊക്കെ നല്ല പച്ച കളർ വരും, അതുപോലെ നിറഞ്ഞ് പൂവിടുകയും ചെയ്യും. ഈ ചെടിയുടെ ജന്മദേശം ആഫ്രിക്കയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് ഈ ചൈനീസ് വയലറ്റ്. ഇതിന് ചൂട് ആവശ്യമുണ്ടെങ്കിലും പിന്നെ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടുള്ള ചൂട് വേണ്ട. അപ്പോൾ രാവിലത്തെ വെയിൽ ഒരു 5-6 മണിക്കൂർ കിട്ടിയാൽ മതിയേ. ഉച്ചവരെയുള്ള വെയിൽ കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് പൂക്കും.
അങ്ങനെയുള്ള ഏരിയയിൽ നമ്മളിത് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഞാൻ ഒരാഴ്ച മുമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്. കണ്ടോ, ഇതിൽ മൊട്ടായി ഇപ്പം. കണ്ടോ, ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പൂക്കളുമാകും. നമ്മളിതിന് ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ചാണകപ്പൊടി. അപ്പം ചാണകപ്പൊടി ഇല്ലാത്തൊരു കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി. ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളം കൂടിപ്പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ചെടികളൊക്കെ പോകുന്നതേ. അപ്പം അങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. കണ്ടോ, ആ ചെടി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, ഏത് നോക്കിയാലും. കണ്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.